മറ്റൊരു വാർത്ത, തിരുവനന്തപുരം വെള്ളനാട് പ്രദേശത്ത് കണ്ടെത്തിയ കാട്ടുപോത്തിനായി വനംവകുപ്പ് തിരച്ചിൽ തുടങ്ങി. വെള്ളനാട് കുളക്കോട് ഭാഗത്താണ് പരിശോധന. വെള്ളനാട് കുളക്കോട് പെന്തക്കോസ്റ്റ് പള്ളിക്ക് സമീപം പ്രധാന റോഡിന് വശത്തായുള്ള പുരയിടത്തിലാണ് കാട്ടുപോത്തുകൾ നിലയുറപ്പിച്ചത്. അരുൺ മോഹൻ ചേരുന്നു. അരുൺ, ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. എന്താണ് ഈ കാട്ടുപോത്തിനെ ആദ്യം കണ്ടയിടത്ത് പിന്നെ ഇല്ല, എന്തുകൊണ്ടാണ് ഈ തിരച്ചിൽ ഇത്ര വേണ്ടിവരുന്ന സാഹചര്യം? വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശമാണ് ഈ പറയുന്ന സ്ഥലം. വെള്ളനാടുള്ള ഈ കുളക്കോട് പ്രദേശം എന്ന് പറയുന്നത്. ഇവിടെ ഈ വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. ഈ അടുത്തിടെ ഈ പറയുന്ന നിരന്തരമായി കാട്ടുപോത്തുകളുടെ സാന്നിധ്യം ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഈ സമീപത്ത് വെച്ചായിരുന്ന ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ കാട്ടുപോത്ത് കുത്തി പരിക്കേൽപ്പിച്ചൊരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അക്രമകാരികളായ കാട്ടുപോത്തുകളാണ് ഇവിടെ ഈ പ്രദേശത്തുള്ളത് എന്നുള്ളതാണ് ഈ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. ഇതിന്റെ സാന്നിധ്യം ഇവിടെ കണ്ടത് തുടർന്ന് വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു, പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ഇവിടെ സ്ഥലത്തെത്തി, വനപാലകരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. ഇതിന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നടക്കുന്നത്. ഒപ്പം വെറ്ററിനറി ഡോക്ടർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ച് ആയാലും ഇതിനെ തുരത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കാട്ടുപോത്ത് ഭീതിയിലാണ് ഈ പ്രദേശത്ത് ഉള്ള ജനങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതിന്റെ സാന്നിധ്യം കാണുന്നത്. കാരണം ജനവാസ കേന്ദ്രമാണ്, കുട്ടികൾ ഉൾപ്പെടെ പുറത്തു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ആക്രമണ സ്വഭാവമുള്ള ആയതിനാൽ ഇത് എത്രയും പെട്ടെന്ന് ഇതിനെ ഈ പറയുന്ന ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തുരത്തുക എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമായതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അധികൃതർ ഇപ്പോൾ ഡ്രോൺ ഉൾപ്പെടെയുള്ള സഹായത്തോടുകൂടി പരിശോധന നടത്തി എത്രയും വേഗം ഇവയെ കണ്ടെത്തി ഇവയെ തുരത്താൻ ശ്രമിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും മറ്റൊരിടത്താണ് വന്യമൃഗശല്യം ഉണ്ടാകുന്നത്. അത് ആ മേഖലയിൽ, വെള്ളനാട് മേഖലയിലാണ് കാട്ടുപോത്തിന്റെ ശല്യം. അവിടെ പരിശോധന നടത്തുന്നു, കാട്ടുപോത്തിനെ തുരത്താനുള്ള ശ്രമം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.